DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 9 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മഴ കനക്കുക. ഇന്ന് ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ വിലയിൽ നിന്ന് ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ 22 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിൻ്റെ വില 1,11,720 രൂപയായി. 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണം ഇപ്പോൾ 13,965 രൂപയ്ക്കാണ് വ്യാപാരം നടക്കുന്നത്. അടുത്തറിയിപ്പ്, റെയിൽവേ ഗേറ്റുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്ന സംഭവങ്ങളിൽ ഇനി മുതൽ റെയിൽവേ പോലീസിന് പുറമെ മോട്ടോർ വാഹന വകുപ്പും നേരിട്ട് നടപടി സ്വീകരിക്കും. ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കർശന നിർദ്ദേശങ്ങളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. അപകടത്തിന്റെ ഗൗരവമനുസരിച്ച് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യും. വലിയ വാഹനങ്ങളാണെങ്കിൽ ഡ്രൈവറുടെ ബാഡ്ജും റദ്ദാക്കും. അടച്ചിട്ട ഗേറ്റിൽ വാഹനം ഇടിച്ചാൽ റെയിൽവേ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കും. കുറ്റകരമായ അനാസ്ഥയ്ക്ക് 5 വർഷം വരെയും മനഃപൂർവ്വമാണെന്ന് തെളിഞ്ഞാൽ 7 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാം. ഗേറ്റിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് പുറമെ ട്രെയിൻ വൈകുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം, റെയിൽവേ ജീവനക്കാരുടെ വേതനം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള തുക വാഹനോടമയിൽ നിന്ന് ഈടാക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സുമംഗലി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹാവശ്യങ്ങൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം അപേക്ഷകർക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പയായി അനുവദിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം അപേക്ഷകർക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെയാണ് വായ്പയായി അനുവദിക്കുന്നത്. 6% മാത്രമാണ് ഇതിനായി പലിശ ഈടാക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, സിഖ്, പാഴ്സി, ബുദ്ധ മത വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, AI ക്യാമറ വഴി കണ്ടെത്തിയ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ അടക്കാത്തവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. പിഴത്തുക പകുതിയായി കുറച്ച് കേസുകൾ തീർപ്പാക്കാൻ ചലാൻ അദാലത്തിലൂടെ സർക്കാർ വൻ ഇളവ് നൽകിയിരുന്നെങ്കിലും പകുതിയിലധികം പേരും ഇത് പ്രയോജനപ്പെടുത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 50,000-ലധികം ആളുകളാണ് ഇപ്പോഴും പിഴയടക്കാതെ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. അദാലത്ത് അവസാനിച്ച സാഹചര്യത്തിൽ ഇനി പിഴത്തുകയിൽ ഇളവ് ലഭിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇളവ് നൽകിയിട്ടും പിഴയടക്കാൻ തയ്യാറാകാത്ത വാഹനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് വകുപ്പിന്റെ തീരുമാനം. ഇത്തരത്തിൽ കരിമ്പട്ടികയിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ടാക്സ് അടയ്ക്കൽ തുടങ്ങിയ മോട്ടോർ വാഹന വകുപ്പിന്റെ യാതൊരു സേവനങ്ങളും ലഭ്യമാകില്ല. പഴയ പിഴത്തുക മുഴുവനായും അടച്ചു തീർത്താൽ മാത്രമേ വാഹനങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ നിയമ നടപടികൾ കൂടുതൽ കടുപ്പിക്കാനാണ് അധികൃതരുടെ നീക്കം. അടുത്തറിയിപ്പ്, ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. മെയ് മാസത്തെ റേഷൻ വിതരണവും ഇതോടൊപ്പം തുടരുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് വാങ്ങാനിരിക്കുന്നവർ മെയ് 15 മുൻപായി അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഏപ്രിൽ 15 ശേഷം ഏപ്രിൽ മാസത്തെ റേഷൻ ലഭിക്കുന്നതല്ല. മെയ് മാസത്തെ റേഷൻ തുടർന്നും വിതരണം ഉണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.